മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 8 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് സമഭാജികൾ, ബൈസെക്ടേഴ്സ്. അപ്പോൾ അത് എന്താണെന്നും അത് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുമെന്നാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത മുഴുവൻ കൺസ്ട്രക്ഷൻസ് ആണ്, വരക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കുട്ടികളുടെ അടുത്ത് തന്നെ കരുതുക. ഓക്കെ, ഈ ചാനൽ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. മാത്സ്യൂളിൻ്റെ 8th സ്റ്റാൻഡേർഡിലത്തെ എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ് മാത്സ്യൂള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമയം കളയാതെ ആ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു ലൈനിന്, ഒരു വരക്ക് ഒരു സമഭാജി, ആദ്യത്തെ വാക്കാണ് നമ്മൾ മലയാളത്തിലെ സമഭാജി, ബൈസെക്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഈ ഒരു വാക്കാണ്, ഇത് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, ഒന്നാമത് പഠിക്കുന്നത്. അപ്പൊ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിന്, ഒരു വരക്ക്, സമഭാജി എന്നാൽ ഒരു വരയെ 50-50 പകുതിയാക്കുന്ന രീതിയിൽ, അതായത് ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് കൂടി ഒരു ലൈൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ബൈസെക്ടർ ആണ്. ഈ ലൈനെയാണ് പറയുക ബൈസെക്ടർ അല്ലെങ്കിൽ സമഭാജി എന്ന് പറയാം. അപ്പോ ഒരു ലൈനിന് എത്ര സമഭാജികൾ ഉണ്ടാവും നോക്കൂ കുട്ടികളെ. ഇങ്ങനെ വരച്ചിട്ട് പകുതി പകുതിയാക്കും. ഇനി ഇങ്ങനെ ഒരു വര പോയാൽ അത് പകുതിയും പകുതിയാക്കി മാറ്റി. ഇങ്ങനെ പോയാലും അതേമാതിരി എന്തായി, ഈ വരയെ ഈ പകുതിയും പകുതിയാക്കിയിട്ട് മാറ്റി. അപ്പൊ ഒരു വരക്ക്, ഒരു ലൈനിന് ഒരുപാട് എന്തുണ്ടാവും, ഈ സമഭാജികള്, ബൈസെക്ടേഴ്സ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഒരു വരയെ പകുതി സെന്ററിലേക്കൂടെ കടന്നു പോകുന്ന ലൈൻ. ഓക്കെ, ഇനി ഈ സമഭാജിയിൽ ഒരു പ്രത്യേകതയുള്ള സമഭാജി ഉണ്ട്. അതാണ് ഇങ്ങനെ വരുന്ന ഒരു വര. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു വരയില് ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടിയാണല്ലോ സമഭാജികൾ കടന്നു പോവുക. ആ കടന്നു പോകുന്നത് ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സമഭാജി 90 ഡിഗ്രി ഉണ്ടാക്കുന്നതാണ് ബൈസെക്ടർ എങ്കിൽ അതിന് പറയുന്ന വാക്കാണ്, രണ്ടാമത്തെ വാക്കാണ് ലംബ സമഭാജി മലയാളത്തില്. അതായത് സമമായി ഭാഗിക്കും, അത് ലംബമായിരിക്കും. അതായത് ഇംഗ്ലീഷിൽ പറയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ബൈസെക്ട് പറഞ്ഞാല് നേരെ പകുതിയായിട്ട് കഷണിക്കുക, ഭാഗിക്കുക എന്നർത്ഥം. അപ്പോ ഈ ലൈനിന്റെ ബൈസെക്ടർ മാത്രമല്ല ഇത്, പെർപെൻഡിക്കുലർ കൂടി ആയതുകൊണ്ട് ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയുക. അപ്പൊ ഒരു ലൈനിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഇതിന് ഇങ്ങനെ ചെരിച്ചു വരക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആവില്ലല്ലോ. അപ്പൊ ഇത് നോക്കൂ നിങ്ങൾ, ഇത് ബൈസെക്ടർ ആണ്, സമഭാജിയാണ് ഈ വര. ഇത് ഈ വരയുടെ സമഭാജിയാണ് ഈ വര. ഞാൻ പേര് കൊടുക്കാം, AB എന്ന് പറയുന്ന വര ഈ ലൈനിന്റെ സമഭാജിയാണ്. PQ എന്ന് പറയുന്ന വര സമഭാജിയാണ്. MN എന്നാണ് ഇനി പേര് കൊടുക്കുന്നെങ്കിൽ MN സമഭാജിയാണ്. നോക്ക്, ഇത് X, ഇത് Y ആണ് കൊടുക്കുന്നതെങ്കിൽ XY എന്ന് പറയുന്നത് ഈ വരക്ക്, നോക്കൂ കുട്ടികളെ, 90 ഡിഗ്രി ഉണ്ടാക്കുന്നത് കൊണ്ട് XY പേരാണ് എന്ത്, ലംബ സമഭാജി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ സമഭാജി എന്താണ്, ലംബ സമഭാജി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബൈസെക്ടർ എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണ് എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെതായിട്ട് മാത്രമുള്ള ചില പ്രത്യേകതകളാണ്. നമുക്ക് നോക്കാം. നോക്കോ, വരുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്ക, ഇങ്ങനെയുള്ള ഒന്നിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നടുക്കേ കൂടെയല്ലേ പോവുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെന്ററിലേക്കൂടെ ഇങ്ങനെ 90 ഡിഗ്രി വെച്ചിട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ദൂരമുണ്ടോ ആ ദൂരം തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് ഇവിടത്തേക്കും ഉണ്ടാവുക. അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്രയായിരിക്കും, 3 സെന്റിമീറ്റർ ആയിരിക്കണം. 4 ആണെങ്കിൽ, ഇനി 4 ആണെങ്കിൽ ഇത് എത്രയായിരിക്കണം, 4 ആയിരിക്കണം. പകുതി പകുതിയാണ് ഉണ്ടാവുക. ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക.
ഇത് 3 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഇതിന്റെ നീളം തന്നെ ആയിരിക്കുമല്ലോ ഇതിന്റെ നീളം. കാരണം ഇത് എന്താണ്? റൈറ്റ് ട്രയാങ്കിള്, മട്ടത്രികോണമാണ്. അപ്പോ 4ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും കൂട്ടിയതായിരിക്കും ഇത് വരിക അല്ലെ. അപ്പൊ 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. കൂട്ടിയ നമുക്ക് 25 കിട്ടും. 25 എന്ന് പറഞ്ഞാൽ ഏതിന്റെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതെത്ര കിട്ടും? 5. ഇതെത്ര കിട്ടും? 5. ഓക്കെ. ഇനി വേറൊരു നമ്പർ എടുത്തു കഴിഞ്ഞാല് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുന്ന് ഇവിടത്തേക്ക് 7 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് 7 സെന്റിമീറ്റർ ആണെങ്കിൽ ആ പോയിന്റ് എവിടെയായിരിക്കും? ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും. ഇത് 2 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ലംബ സമഭാജിയിലെ ഓരോ പോയിന്റിൽ നിന്നും ഈ വരയുടെ അറ്റത്തേക്ക് വരുന്ന ദൂരം തുല്യമായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇങ്ങനെയുള്ള ഒരു വരയുടെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട് എന്ന് കരുതിയാല് ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് എത്ര ദൂരമുണ്ടോ അതേ ദൂരം തന്നെയായിരിക്കും ആ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കുള്ളത്. അപ്പൊ നമുക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ആയി പറയാം? പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ലംബ സമഭാജിയിലെ ഒരു ബിന്ദുവിൽ നിന്ന് ലൈനിന്റെ എൻഡിലേക്ക് ഈ വരയുടെ അഗ്രങ്ങളിലേക്ക് ഉള്ള ദൂരം തുല്യമായിരിക്കും. ഏത് പോയിന്റ് എടുത്താലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഇതും ഇതും തുല്യം വരും. ഇത് 2 ത്രികോണത്തിലും തുല്യം വരും. അപ്പൊ പിന്നെ ഇതും ഇതും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ പോയിന്റ് മനസ്സിലായല്ലോ. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഈ ലംബ സമഭാജിയിലെ ബിന്ദുവിൽ നിന്ന് വരയുടെ അറ്റത്തേക്കുള്ള ദൂരം തുല്യമായിരിക്കും. A point on bisector in equidistant from the line end of the lines. ഓക്കെ, ഇതിലത്തെ ഒരു പോയിന്റുകള് ബൈസെക്ടറിലെ പോയിന്റുകള് ഈ ലൈനിലത്തെ എൻഡിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ ആയിരിക്കും. ഓക്കെ, ഇത് തന്നെ നമുക്ക് തിരിച്ച് വേറൊരു തരത്തിലും പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ഈ ഒരു വരയുടെ, ശ്രദ്ധിക്കൂ, ഈ ഒരു ലൈനിന്റെ ഒരേ ദൂരത്തിലുള്ള പോയിന്റ് ആണ്. ഇതാ ഇവിടത്തേക്ക് 5 ഉണ്ട് എങ്കിൽ ഇവിടത്തേക്കും 5 ഉണ്ട് എന്ന് വിചാരിക്കുക. എങ്കില് ഈ ഒരു പോയിന്റ് എവിടെ ആയിരിക്കും എന്നറിയോ? ഇങ്ങനെ കുത്തനെ വരച്ചാല് ഏതിലായിരിക്കും? ഇങ്ങനെയുള്ള ലംബ സമഭാജിയിലായിരിക്കും. അപ്പൊ എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? നേരത്തെ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ്, തിരിച്ച് വിപരീതമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതായത് ആദ്യം പറഞ്ഞത് ലംബ സമഭാജിയിലെ ബിന്ദു ഈ വരകളുടെ അറ്റത്തിൽ നിന്ന് ഒരേ ദൂരത്തിലായിരിക്കും. മനസ്സിലായില്ലേ? പോയിന്റ് ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എൻഡ്സ് ഓഫ് ദ ലൈൻ. ലൈനിന്റെ എൻഡിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഇതാണ് ഇവിടെ പറഞ്ഞ കാര്യം. ഓക്കെ, നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടു. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ഈ ലൈനിൽ നിന്ന് ഒരേ ദൂരമുള്ള പോയിന്റുകളെല്ലാം എടുക്കുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊരു വര, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്രയാണോ അതേ ദൂരം തന്നെയായിരിക്കും ഇവിടത്തേക്ക്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്രയാണോ അതേ ദൂരം ഇവിടത്തേക്കുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ദൂരം എടുത്തു, അതേ ഡിസ്റ്റൻസ് തന്നെ ഇവിടത്തേക്കും എടുത്താല് ഈ പോയിന്റുകളെല്ലാം, ഈ ബിന്ദുക്കളെല്ലാം ഏതിൽ വരുന്നതായിരിക്കും അറിയോ? നമ്മൾ ഒന്നിച്ച് വരച്ചാല് അത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ വരുന്ന ബിന്ദുക്കളായിരിക്കും. അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കൃത്യമായിട്ട് ഓർമ്മിക്കണേ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇതിലത്തെ പോയിന്റ് ആണെങ്കിൽ എൻഡിൽ ഈക്വൽ ദൂരമുള്ള പോയിന്റുകൾ ഇതിലും ആയിരിക്കും. ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു വരക്ക് എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാൻ കഴിയും. നേരത്തെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ മിഡ് പോയിന്റ് കണ്ടുവച്ചിട്ട് വരക്കേ ചെയ്തത്. അങ്ങനെയല്ല, ഒരു വര മാത്രം കിട്ടിയാൽ നമ്മൾക്ക് എങ്ങനെ കുത്തന ഒരു വര വരക്കാൻ കഴിയും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരക്കാൻ കഴിയും, ലംബ സമഭാജി എങ്ങനെ വരക്കാൻ കഴിയും എന്നാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കണേ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റ് പഠിച്ചു. ഈ ലംബത്തിൽ ഇങ്ങനെ വരുന്നേരത്തെ ഈ ബിന്ദുക്കളെല്ലാം ഇവിടുന്ന് വരുന്ന ദൂരവും ഇവിടുന്ന് വരുന്ന ദൂരവും ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചു അല്ലെ? അതുകൊണ്ട് തന്നെ
നമ്മൾ വരക്കുന്നത് 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരക്ക് ലംബ സമഭാജി വരക്കുന്നു. അപ്പോ ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ടു ദ ലൈൻ ഓഫ് ലെങ്ത് 6.5 സെന്റിമീറ്റർ. 6.5 സെന്റിമീറ്റർ നിങ്ങൾക്ക് സ്കെയിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റുമല്ലോ. 6നും 7നും ഇടയിലുള്ള ആ പോയിന്റ് വരെ നിങ്ങൾക്ക് ലൈൻ വരക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? ശ്രദ്ധിക്കേ, ഇവിടെ നിന്ന് കോമ്പസില് ഇവിടെ കുത്തിയിട്ട്, കോമ്പസിലെ പെൻസിൽ ഇവിടെ ഉണ്ടെന്ന് കരുതേ. ഓക്കെ, ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇതിന്റെ പകുതിയിലധികം ദൂരം എടുക്കുക. അതായത് ഈ വരയുടെ ഏകദേശം ഹാഫ് ഇവിടെ വരുമല്ലോ, അതിനേക്കാളും കുറച്ചും കൂടെ എടുക്കുക. അതിന് വേണ്ടി നല്ലോണം എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇതിനേക്കാളും പകുതിയിൽ കുറച്ചധികം ദൂരം ഈ കോമ്പസിൽ എടുക്കുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ അറ്റത്ത് ഇവിടെ കുത്തുക, മറ്റേ വര പെൻസിൽ ഇവിടെ കൊണ്ടുവരിക, ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക അറിയോ? നിങ്ങൾ ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇങ്ങനെ ഒരു ആർക്ക് വരക്കുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെയും നിങ്ങൾ കുത്തിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെയും കുത്തിയിട്ട് അതേ ദൂരത്തിൽ കുത്തിയിട്ട് നേരത്തെ കിട്ടിയ അതേ ദൂരത്തില്, ഇതല്ലേ ദൂരം, ആ ദൂരത്തില് ഇവിടെയും കുത്തിയിട്ട് എന്ത് ചെയ്യാം? ഒരു ആർക്ക് വരക്കുക. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. പകുതിയിലധികം എടുത്തിട്ട് മോർ ദാൻ ഹാഫ് ലെങ്ത് ഇതിലെടുത്തിട്ട് മേലും താഴെ പറ്റും. ഇനി ചെയ്യേണ്ടത് കോമ്പസ് കുറച്ചും കൂടെ. അപ്പൊ എന്തായി? ഈ ഒരു പോയിന്റ് എന്താ പ്രത്യേകത? ഈ രണ്ട് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരവും ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരവും ഈക്വൽ ആണ്. അപ്പൊ ഒരു അർത്ഥം കിട്ടി. അപ്പൊ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത് കോമ്പസ് കുറച്ചും കൂടെ അകത്തുക, കുറച്ചും വലിയ അളവെടുക്കുക. കുറച്ചും കൂടെ ഞാൻ അകത്തി കേട്ടോ. എന്നിട്ട് നോക്കിയാൽ കുറച്ചും കൂടെ അകത്തിയല്ലോ, നേരത്തെ തന്നെ കള അകത്തി. ഇതാ നോക്കിയാൽ നേരത്തെ തന്നെ കള അകത്തി. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഒന്നിങ്ങനെ വരക്കുക. ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? അതില് വീണ്ടും ഒന്നും കൂടെ വരക്കുക. ഓക്കെ, രണ്ട് വരക്കുക. അപ്പൊ അങ്ങനെ രണ്ടെണ്ണം വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി, ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഞാൻ വരച്ചത്ര ക്ലിയർ ആവാത്ത കൊണ്ടാണ്. ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി. ഓക്കെ, ശ്രദ്ധിക്കണേ, ഈ 2 പോയിന്റ് ശരിക്കും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്കെയില് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഈ സ്കെയില് വെച്ചിട്ട് ഇതിനെ നേരെ 2 സ്ഥലത്തും വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് കൂടി ഇങ്ങനെ വരക്കുക. ഇവിടം വരെ വരച്ചാൽ മതി. ഇവിടം വരെ വരച്ചാല് നമുക്ക് എന്തായി? ഇവിടുന്ന് നിങ്ങൾ അളന്നു നോക്കിയാൽ കാണാം, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. കൂടാതെ ഈ കുത്തനെ വരക്കുമ്പോ ഇത് എത്ര ഡിഗ്രി വരും? 90 ഡിഗ്രി വരും. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ വരയുടെ പേര് AB എന്ന് കൊടുത്തു. ഇതിനെ ഞാൻ PQ എന്ന് വിളിച്ചാല് നമുക്ക് പറയാൻ പറ്റും PQ ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ആര്? ബൈസെക്ടർ ഓഫ് AB. ഓക്കെ, മലയാളത്തിൽ പറയാൻ പറ്റും AB യുടെ ലംബ സമഭാജിയാണ്. ലംബ സമഭാജിയാണ് ആര്? ലംബ സമഭാജിയാണ് PQ. എന്താണ് അങ്ങനെ പറയേണ്ട കാരണം? കാരണം AQ ഈക്വൽ ടു എന്താണ്? കാരണം AQ ഈക്വൽ ടു QB ആണ്. കൂടാതെ PQB ആംഗിൾ PQB എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇത് രണ്ടും കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ എന്തായി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയി. അപ്പൊ ഇതിന്റെ നീളം എത്രയായി? 3.25 ആയി. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് 3.25 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ, 3.25 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3.25 സെന്റിമീറ്റർ സ്കെയിലിൽ 3.25 കിട്ടില്ല, 0.5 വരെ കിട്ടുള്ളൂ. 3.25 കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 6.5 മീറ്റർ നീളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാലും മതി. ഓക്കെ, ഇനി അങ്ങനെ മനസ്സിലായില്ലേ? 3.25 സെന്റിമീറ്റർ വരക്കാൻ പറഞ്ഞാല് 6.5 എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ രീതിയിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ഓക്കെ, ഇനി വേറൊരു തരത്തിലും വരക്കാം നമുക്ക്. ഒരു വരക്ക്
അല്ല ഞാനത് ക്ലാസ് വേറെ ചോദ്യം എടുക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഇതിപ്പോ കറക്റ്റ് ആയല്ലോ. ഇവിടത്തേക്ക് 3.25, ഇവിടത്തേക്കും എത്ര 3.25. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പേജ് 107 107 ഒന്നാമത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: 4.4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. 4.4 സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരക്കുക. സമചതുരം വരക്കുക. അതിന്റെ ഒരു സൈഡ് എത്രയാണ്? 4.4 സെന്റിമീറ്റർ. അതായത് ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ സ്ക്വയർ ആണ് വരക്കേണ്ടത്. വൺ സൈഡ് എത്രയാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്? 1/4 സെന്റിമീറ്റർ. കുട്ടികൾ ശ്രദ്ധിക്കാൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ നിൽക്കട്ടെ. നോക്ക്, ഇങ്ങനെ വരുന്ന സമയത്ത് 4.4 സെന്റിമീറ്റർ സൈഡുള്ള വരക്കാൻ പറ്റും. 4.4 നമുക്ക് ഇതിൽ വരക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് 1/4 ആണെങ്കിൽ ഫസ്റ്റില് മനസ്സിലാക്കുക, ഇതിന്റെ നേരെ ഡബിൾ എടുക്കുക, 8.5. 1/4 ഡബിൾ എടുക്കുക, 8 1/4 ആദ്യം എടുക്കുക. എന്നിട്ട് നിങ്ങൾ വരക്കുന്നത് 8.5 സെന്റിമീറ്റർ സ്കെയിലിൽ എടുത്തിട്ട് ഒരു ലൈൻ വരക്കുക. ശ്രദ്ധിക്കണേ, എത്ര സെന്റിമീറ്റർ ആണോ നമുക്ക് വരക്കാൻ പറ്റാത്ത നീളാണ് പറഞ്ഞത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വരക്കാൻ പറ്റാത്ത 4.4 വരക്കാൻ പറ്റാത്തതല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8.5 അതിന് നേരെ ഡബിൾ എടുക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്. അതിന്റെ ഡബിൾ ആണ്. ഏതിന്റെ ഡബിള്? ഈ 4.4 ഡബിള്. ഓക്കെ, ഇരട്ടിയാണ് എടുക്കേണ്ടത്. ആ ഇരട്ടിയാണ് വരക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി ഇതിനെന്ത് ചെയ്യാം? വരച്ചത് ഇപ്പൊ എത്രയാണ്? 8.5. ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി വരക്കണം. ലംബ സമഭാജി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 4.4 കിട്ടും, 8.5 നേരെ പകുതി കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ അത് എങ്ങനെ വരക്കാൻ പറ്റും? നമ്മൾ ഇവിടെ കുത്തിയിട്ട് പകുതിയിലധികം നീളം എടുത്തിട്ട്, പകുതിയിലധികം ഇപ്പോ പകുതിയിലധികം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ ഇവിടെയും മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ കുത്തിയിട്ട് എവിടെ മാർക്ക് ചെയ്യാം? ഇവിടെയും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാ? കോമ്പസ് കുറച്ച് അകത്തുക. എന്തിനാ വെച്ചാൽ അതിന്റെ മേലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആർക്ക്, അതിന്റെ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുതാക്കുന്നത് കേട്ടോ. ഇപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടെ വലുതാക്കി. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതിന്റെ മുകളില് ഒരു ആർക്ക് വരക്കുക. ഓക്കെ, മുകളില് ഒരു ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യാം? ഇപ്പുറത്തും അതേമാതിരി വെച്ചിട്ട് അതിന്റെ മുകളില് ഒരാർക്ക് വരക്കുക. ഓക്കെ, വരച്ചു. ഓക്കെ, രണ്ട് സ്ഥലത്ത് വരച്ചുവല്ലോ. വരച്ചതിന് ശേഷം കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ഇതിനെ രണ്ടും കൂടെ വെച്ചിട്ട് ഒരു ലൈൻ ഈ പോയിന്റിലൂടെയും വെച്ചിട്ട് ഈ വരക്ക് കുത്തനെ വരക്കുക. നോക്കിക്കോ, ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഈ 2 പോയിന്റിലേക്കൂടെ കുത്തനെ നമ്മൾ വരച്ചു. ഇങ്ങനെ കുത്തനെ വരക്കുമ്പോ കുട്ടികളെ ഇതാകെ 8.5 ഇവിടെ ആകെ ഉള്ളത്. അപ്പൊ ഇത് എത്രയാവും? പകുതിയാവും പറഞ്ഞാൽ എത്രയാവും? 4.4 ഇപ്പുറം മാറും, ഇപ്പുറം എത്ര മാറും? 4.4 മാറും. അപ്പൊ 4.4 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയല്ലോ, കിട്ടി. അപ്പൊ നമ്മൾക്ക് വേണ്ടുന്നത് എന്താ? നമ്മൾക്ക് വേണ്ടുന്നത് ശ്രദ്ധിക്ക, ഒരു സ്ക്വയർ ആണ് വേണ്ടത്. ആ സ്ക്വയറിന്റെ സൈഡുകളെല്ലാം എത്ര വേണം? 4.4 ഇങ്ങനെയുള്ള ചിത്രമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കൂ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതിലിപ്പൊ 4.4 നമുക്ക് എത്ര ദൂരം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇത് കറക്റ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് 4 സൈഡ് നമ്മൾ വരക്കണം. ശ്രദ്ധിക്കണേ, 4 സൈഡ് വരക്കണം. ഇനി ഇതിനും നമുക്ക് 4.4 മാർക്ക് ചെയ്യാം. അതെങ്ങനെ മാർക്ക് ചെയ്യാം? ശ്രദ്ധിക്കൂ കുട്ടികളെ, കോമ്പസ് എടുത്ത്, ചോദ്യത്തിന് പ്രത്യേകതയുണ്ട്. കോമ്പസും സ്കെയിലും ഉപയോഗിച്ചിട്ട് തന്നെ വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേറെ നമ്മളെ പ്രൊട്രാക്ടറോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഉപയോഗിച്ചൂടാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാ അറിയോ? ഈ ദൂരം കോമ്പസിൽ എടുക്കുക. ശ്രദ്ധിക്കുക, എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം, ഈ ദൂരം എത്രയാണ്? 4.4 അല്ലെ? 1/4 ആണ്. ഈ ദൂരം കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് മേലോട്ട് ഒരു ആർക്ക് വരക്കുക. ശ്രദ്ധിക്കണേ, ഒരു ആർക്ക് ഇങ്ങനെ വരക്കുക. അപ്പൊ എന്തായി? ഈ ദൂരം 4.4 ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ദൂരവും നമുക്ക് എത്ര കിട്ടി? 4.4 ഇത് കിട്ടി. ഇത് 4.4 കിട്ടി. എവിടുന്ന് എവിടം വരെ? ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് എത്ര കിട്ടി?
4/4 കിട്ടി. ഇനി ഈ സൈഡിലും അതേമാതിരി കിട്ടിയാൽ നമുക്ക് സ്ക്വയർ ആയി. അപ്പൊ അതിനെന്ത് വേണം? കുത്തനെ വരക്കണം. കുത്തനെ വരക്കാൻ നമുക്ക് പ്രൊട്രാക്ടറിന് എടുത്താൽ മതി. പക്ഷെ ഇവിടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൂടാ. ശ്രദ്ധിക്കണേ. അപ്പൊ പിന്നെ എങ്ങനെ ഇത് വരക്കാൻ പറ്റും? അവിടെയാണ് ഇതിന് കുത്തനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ബൈസെക്ടർ അല്ല, കുത്തനെയുള്ള പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. അതെങ്ങനെ വരക്കാൻ പറ്റും? അങ്ങനെ വരക്കണമെങ്കിൽ ഇപ്പുറത്തും അല്ലേ നമ്മൾ വരച്ചത് ഇവിടെ നേരത്തെ. അതുമാതിരി ഇപ്പുറത്ത് വരക്കണമെങ്കിൽ അതിന് ഇപ്പുറവും ഇല്ലല്ലോ, ഇപ്പുറത്ത് സ്ഥലവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കണതാ, ഈ വര ഇങ്ങോട്ട് നീട്ടുക. അതെങ്ങനെയാ നീട്ടാൻ പറ്റുക? സ്കെയിൽ ഇവിടെ വെച്ചിട്ട് ഇതിന് നേരെ ഇങ്ങോട്ട് നീട്ടി വരക്കുക. ഓക്കെ, ആ നീട്ടി വരച്ചത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോട്ടഡ് ആക്കുന്നത്. കാരണം നമ്മൾ നീട്ടി വെച്ചു എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ എൻഡ് കേട്ടോ. ശ്രദ്ധിക്കേ, അവിടെയാണ് എൻഡ്. അപ്പൊ ഇനി എന്താണ് ചെയ്യുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ കുട്ടികളെ. അപ്പൊ എന്താണ് ഇതിന്റെ എൻഡ് എത്രയാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയോ? നമ്മൾ ഈ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ നമ്മൾ കുത്തിയിട്ട് ശ്രദ്ധിക്കേ, നമ്മൾ ഇവിടെ ഒരു മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഓക്കെ, ഈ ഭാഗത്ത് മാർക്ക് ചെയ്തു. ഇനി അതേമാതിരി ഈ അവിടെ തന്നെ കുത്തിയിട്ട് ഇവിടെയും മാർക്ക് ചെയ്തു. നോക്ക്, അപ്പൊ എന്തായി? ഇവിടെ നിന്ന് ഒരേ ദൂരത്തിൽ ഇവിടെയും കിട്ടി. ശ്രദ്ധിക്കേ, ഇവിടെയും കിട്ടി, ഇവിടുന്ന് ഒരേ ദൂരത്തില് ഇവിടെയും കിട്ടി. അപ്പൊ എന്താണ് അർത്ഥം? ഇത് മിഡ് പോയിന്റ് ആയി. അതായത് ഈ വരയുടെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടി. ഇനി കുത്തനെ വരക്കാനുള്ള ഒന്നും കൂടെ നമുക്ക് കിട്ടിയാൽ മതി. അത് കിട്ടാനുള്ള വഴി എന്താണ്? നിങ്ങൾ കോമ്പസ് എടുത്തിട്ട് ശ്രദ്ധിക്ക് കോമ്പസ് എടുത്തിട്ട് ഇപ്പം ഇവിടെയല്ലേ നമ്മൾ ഇങ്ങനെ വരച്ചത്, ആ വരച്ചെടുക്കുന്ന കോമ്പസ് കുറച്ചകത്തുക പറഞ്ഞാൽ കുറച്ച് വലിയ അളവ് എടുക്കുക. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള അളവല്ലേ ഇപ്പോൾ ഉള്ളത്, അതിനേക്കാളും കുറച്ചും കൂടെ എടുക്കുക. എടുത്തിട്ട് മേലെ ഒരാർക്ക് വരക്കുക. എന്നിട്ട് ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇവിടെയും നമ്മൾ ഒരു ആർക്ക് വരക്കുക. ശ്രദ്ധിക്കണേ, വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി അറിയോ? കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റും ഇതും കൂടി ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ പരീക്ഷക്കെല്ലാം വരുന്ന ചോദ്യമാണ്. കൃത്യമായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ നമുക്ക് കുത്തനെയുള്ള ഒരു വര കിട്ടി. ഇനി ഇതിന്റെ ആവശ്യം നമുക്കില്ല, കുത്തനെയുള്ള വരയെ നമുക്ക് വേണ്ടി വന്നിട്ടു. ഇനി എന്ത് വേണം നമുക്ക്? ഇതില് എത്രയാ വേണ്ടത്? നോക്ക്, 4/4 വേണ്ടത്. അപ്പൊ ആ 4/4 നമ്മളുടെ കയ്യിലുണ്ട്. എവിടെയുണ്ട്? നമ്മ നേരത്തെ വരച്ചു വെച്ച സ്ഥലത്തില്ലേ? അതേതാണ്? നോക്കിക്കോ കുട്ടികൾ. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 4/4. അപ്പൊ 4 1/4 അത് ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ശ്രദ്ധിക്കണേ, ഇവിടെ കുത്തിയിട്ട് ഇതിന്റെ മേലേക്ക് ഒരാർക്ക് വരക്കുക. നോക്ക്, ഒരു ചാപം ഇങ്ങനെ വരക്കുക. അപ്പൊ എന്തായി? ഈ ദൂരം എത്രയായി? 4/4. ഈ ദൂരം 4/4 വന്നു. അപ്പൊ ഇനി പ്രശ്നമില്ല. എന്താ കാര്യം? ഇവിടെയും കിട്ടി, ഇവിടെയും നേരത്തെ കിട്ടീനി. ആ കിട്ടിയത് രണ്ടെണ്ണം എന്ത് ചെയ്താൽ മതി? കിട്ടിയവ രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്താൽ മതി. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോ കുട്ടികളെ നമുക്ക് ഇതും എത്രയായിരിക്കും? 4/4 കാരണം എന്താണ്? നോക്ക്, ഇവിടത്തേക്കുള്ള ദൂരവും ഇവിടത്തേക്കും ദൂരം തുല്യല്ലേ? ഇതിന് കുത്തനെയാണ് ഇത്. അപ്പൊ ഇവിടത്തേക്കും ഒരേ ദൂരം. നിങ്ങൾ അന്ന് നോക്കിയാൽ കാണാം, അതും ഈ ദൂരം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ. ഒരു സ്ക്വയർ അല്ലെങ്കിൽ നമുക്കൊരു സമചതുരം കിട്ടി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. സ്റ്റെപ്പ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ചോദ്യം എന്താണ്? 4/4 സെന്റിമീറ്റർ സമചതുരം സ്ക്വയർ വരക്കുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു? 4/4 ഡബിൾ എടുക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് 8.5. 8.5 നിങ്ങൾ വരക്കുന്നു. എന്നിട്ട് പകുതിയിലധികം എടുത്തിട്ട് മേലെയും ഇവിടെയും അതിനെക്കാട്ടി മുകളിലും വരക്കുന്നു. കുത്തന ഒരു വര കിട്ടുന്നു. ആ കുത്തന വര കിട്ടിയാൽ നമുക്ക് മനസ്സിലായി ഇവിടെയാണ് 8.5ന്റെ എൻഡ്. 8.5യുടെ ഒരു അവസാനം ഇവിടെയാണ് മറ്റേ അവസാനം. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര കിട്ടും? 4/4. ഈ 4/4 തന്നെ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട്
നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതും നമുക്ക് 4.25 കിട്ടി. ഇനി എന്താ വേണ്ടത്? ഇവിടെ ഒരു സൈഡ് കിട്ടണം. ഇവിടെ സൈഡ് കുത്തനെയുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് കിട്ടണം, വശം കിട്ടണം. അപ്പൊ എന്ത് ചെയ്തു? അവിടെയാണ് പുതിയ ഒരു അറിവ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇവിടെ നിന്ന് ഈ വരക്ക് അതേ നീളത്തിൽ ഇങ്ങനെ നീട്ടി വരക്കുക. നീട്ടി വരച്ചിട്ട് കോമ്പസ് എടുത്തിട്ട് ഒരു ദൂരം ഇവിടെ എത്ര മാർക്ക് ചെയ്യുന്നോ അതേ ദൂരം ഇപ്പുറവും മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെയും മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങനെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് കോമ്പസ് എടുത്തിട്ട് കുറച്ചും കൂടെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയും ഒന്ന് വരക്കുക, ഇവിടെ കുത്തിയിട്ട് ഇവിടെയും വരക്കുക. ഓക്കെ, അങ്ങനെ വരച്ച് നീട്ടി വരക്കുക. പിന്നെ കഴിഞ്ഞു. നീട്ടി വരച്ചാല് ഈ ദൂരം 4.25 എവിടെ മാർക്ക് ചെയ്യുക? ഇതില് മാർക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ മാർക്ക് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതും കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായി? സ്ക്വയർ ആയി. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ഷെയറും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം. രണ്ടാമത്തത് ചോദ്യം നിങ്ങൾക്ക് അവിടെ കാണാം. വശങ്ങളുടെ നീളം 5.25 സെന്റിമീറ്റർ 3.25 സെന്റിമീറ്റർ ഉള്ള ഒരു ചതുരമാണ് വരക്കേണ്ടത്. നേരത്തെ സമചതുരായിരുന്നു, നേരത്തെ സ്ക്വയർ ആയിരുന്നു. ഇപ്പം വരക്കേണ്ടത് റെക്ടാങ്കിൾ ആണ്. ലെങ്ത് 5 1/4, ബ്രെഡ്ത്ത് 3 1/4. അപ്പൊ ഈ 1/4 നമുക്ക് സ്കെയിലിൽ കിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 5 1/4 നമ്മൾ എത്ര സെന്റിമീറ്ററിൽ വരക്കേണ്ടി വരും? അതിന്റെ നേരെ ഡബിള്, അത് എത്രയാണ്? 10.5 3 1/4 നമ്മൾ എത്രയിൽ വരക്കേണ്ടി വരും? വരക്കുമ്പോ അത് 6.5 വരക്കേണ്ടി വരും. ശ്രദ്ധിക്കണേ, നമ്മൾ വരക്കേണ്ടത് അങ്ങനെയാണ്. സ്കെയിലിൽ 5.25 കിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം 10.5 സെന്റിമീറ്ററിന് 10.5. അത് സ്കെയിൽ എടുക്കാൻ അറിയാലോ, 10നും 11നും ഇടയിലുള്ള ദൂരത്തിൽ എടുക്കുക. അപ്പൊ നമ്മൾ ഇത് ഞാൻ എടുത്തു 10.5 സെന്റിമീറ്റർ എടുത്തു. ഇനി 10.5 സെന്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് 5.25 വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 10.5ക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. നേരത്തെ പറഞ്ഞ അതേപോലെ വരച്ചാൽ മതി. എന്ത് ചെയ്താൽ മതി? ഈ വരക്ക് 2 എൻഡ് ഉണ്ട്, അതുകൊണ്ട് പകുതിയിലധികം ദൂരം എടുത്തു. പകുതിയിലധികം ദൂരം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇവിടെ കുത്തിയിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെ ഇവിടെ ഒന്ന് വരക്കുക, അതേപോലെ ഇവിടെയും നമ്മൾ ഒന്ന് വരക്കുക. ഓക്കെ, വരച്ചു, 2 എണ്ണം വരച്ചു. ഇനി എന്ത് ചെയ്യുക? കോമ്പസ് കുറച്ച് അകത്തുക, കുറച്ചും കൂടെ നേരത്തെ മാതിരി അകത്തുക. അകത്തിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും മേലെ ഒന്ന് വരക്കുക, അതേപോലെ ഇവിടെ കുത്തിയിട്ടും മേലെ ഒന്ന് വരക്കുക. ഇനി ചെയ്യേണ്ടത് എന്താ? ഈ പോയിന്റും കൂടെ ജോയിൻ ചെയ്യണം. നോക്ക്, ആ പോയിന്റും കൂടെ താഴോളം ജോയിൻ ചെയ്യണേ, കാരണം ഇതിനെ പകുതിയാക്കണ്ടല്ലേ. നോക്കൂ, സിമ്പിൾ ആണിതാ. ഇങ്ങനെ വരച്ചു, രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പകുതി ഹാഫ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇത് എത്രയുണ്ടാവും? 5.25 ഉണ്ടാവും. ഇതും എത്രയുണ്ടാവും? 5.25. എന്താ കാരണം? 5.25 കൂട്ടിയിട്ടല്ലേ നമുക്ക് 10.5 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? ഇനി 3.25 സെന്റിമീറ്റർ നമുക്ക് കിട്ടണം. ആ 3.25 സെന്റിമീറ്റർ കിട്ടാനുള്ള വഴി എന്താണ്? നോക്കൂ കുട്ടികളെ, ഇവിടെ ഇപ്പൊ നമ്മൾക്ക് ഒരു വരയുണ്ട്. ഇതിപ്പോ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് അറിയില്ല അല്ലെ. ഇതിലിപ്പം 3.25 സെന്റിമീറ്റർ കിട്ടണമെങ്കിൽ ഇതിന് നമുക്ക് എന്താക്കാം? ഇതിൽ നമ്മൾ നീട്ടിയിട്ട് 6.5 സെന്റിമീറ്ററിൽ എടുക്കാം. എത്ര എടുക്കുക? 6.5. അപ്പൊ നിങ്ങൾ അളന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 6.5 സെന്റിമീറ്റർ നിങ്ങൾ മാർക്ക് ചെയ്യുക. 6.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. 6.5 സെന്റിമീറ്റർ ഇവിടുന്ന് ഇവിടത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തു. ശ്രദ്ധിക്കണേ, 6.5 മാർക്ക് ചെയ്യേണ്ട കാരണം എന്താ? കാരണം ഇത് 6.5 സെന്റിമീറ്റർ കിട്ടിയാലേ 3.25 കിട്ടുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന ആൾക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ശ്രദ്ധിക്കണേ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ ആൾക്ക് വരച്ചാൽ മതി. അപ്പൊ അതെങ്ങനെയാണ് വരക്കുക? ഇതാ ഈ അറ്റം ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു അറ്റം ഉണ്ട്. അപ്പൊ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്കുക കുട്ടികളെ, കോമ്പസ് എടുത്തിട്ട് ഈ താഴെ ഇവിടെ കുത്തിയിട്ട് ഈ വരയുടെ പകുതിയിലധികം, ഈ വര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ കൂട്ടാൻ പാടില്ല കേട്ടോ. ശ്രദ്ധിക്കണേ, ഇങ്ങനെ നിങ്ങളും ഇല്ല, ഇവിടുന്ന് ഇവിടത്തേക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പൊ ആ വരയുടെ പകുതിയിലധികം ഏകദേശം ആയല്ലോ. എന്നിട്ട് ഇവിടെ ഒരാർക്ക് വരക്കുക. വരച്ചു. ഇങ്ങനെ വരച്ചിട്ട് ഇനി ഇപ്പുറത്ത് കുത്തിയിട്ട് ഇപ്പുറത്ത് എന്ത് ചെയ്യുക? അതേമാതിരി ഒരാർക്ക് ഇവിടെയും വരക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചത് ക്ലിയർ ആയതുകൊണ്ട് ഇത് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങനെ വരച്ചു. അതേപോലെ ഇവിടെ കുത്തിയിട്ടും എന്ത് ചെയ്തു? ഇതേമാതിരി ഒരാർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യണം? കോമ്പസ് കുറച്ചും കൂടി അകത്തി വെച്ച് ഇവിടെ കുത്തിയിട്ട് ഇതിനേക്കാൾ ഇത്ര ദൂരം എടുക്കുക.
ദൂരം എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. അപ്പൊ എന്തായി? ഇവിടെയും ഇവിടെയും രണ്ടാ പോയിന്റ് കിട്ടി. ആ പോയിന്റുകൾ തമ്മിൽ നമ്മൾ നീട്ടി യോജിപ്പിക്കുക. ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ നീട്ടി യോജിപ്പിക്കുക. അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ നീളം എത്രയാണ്? 5.4 അപ്പോ നമ്മൾക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ 5.4 നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ. ആ കോമ്പസിൽ ഈ 5.4 ദൂരം എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള 5.4 നിങ്ങൾ എടുക്കുക. 5.4 കിട്ടിയിട്ടുണ്ടല്ലോ, ആ 5.4 എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതാ? ഇവിടെ കുത്തിയിട്ട് നിങ്ങൾ എന്തെടുത്താ മതി? ആ 5.4 ഇവിടെ മാർക്ക് ചെയ്താൽ മതി. 5.4 ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം എടുത്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് 5.4 മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് എന്തായി? ചതുരായി. ഓക്കെ, പിന്നെ നോക്ക്, ഇത് 6.5 അല്ലേ ഇത് ഉണ്ടായിനി. ഇപ്പൊ ഈ കുത്തനെ വരക്കുമ്പോൾ ഇത് എത്രയാവും? 3.4 ആവും. അപ്പൊ ഇത് 3.4 ആയതുകൊണ്ട് ഇത് നിങ്ങൾ അളന്ന് നോക്കിയാല്, കോമ്പസ് വെച്ചിട്ട് അളന്ന് ഇത് നോക്കുക, അത് ഇത് നോക്കിയാൽ സെയിം ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടെ കുട്ടികൾക്ക് പറഞ്ഞു തരാം, പരീക്ഷയ്ക്കെല്ലാം വരാൻ സാധ്യതയുള്ളതാണ്. ആദ്യം 5.4 പകരം 10.5 വരക്കുന്നു. 10.5 വരച്ചിട്ട് പകുതിയിൽ അധികം എടുത്തിട്ട് ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും വരക്കുന്നു. പിന്നെയും വീണ്ടും കുറച്ച് കോമ്പസ് അകത്തിയിട്ട് ഒന്ന് അതിന്റെ മേലെയും വരക്കുന്നു. രണ്ടും കൂടെ യോജിപ്പിക്കുന്നു. അപ്പൊ ഈ 10.5 എത്രയായി? 5.4 ആയി. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ഇതെത്രയാണ്? 6.5 എടുത്താൽ മാത്രമേ 3.4 കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നു? 6.5 മാർക്ക് ചെയ്യുന്നു. സ്കെയിൽ വെച്ചിട്ട് 6.5 മാർക്ക് ചെയ്യുന്നു. ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് എടുത്തിട്ട് അതിന് മേലിൽ വേണം മായ്ക്കാം. 6 മേലിലെ മായ്ക്കാം. ഈ 6.5 മാത്രം മതി. 6.5 മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ പകുതിയിൽ അധികം എടുത്തിട്ട് ഇവിടെ ഒരാർക്ക്, അതേമാതിരി ഇവിടെ കുത്തിയിട്ട് ഇതിനെ വീണ്ടും കട്ട് ചെയ്തു. കോമ്പസ് കുറച്ചും കൂടെ അകത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങനെ. അതേമാതിരി ഇവിടെയും കുത്തിയിട്ട് നമ്മൾ ഇവിടെയും കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ആർക്ക് ഇങ്ങനെ വരക്കുന്നു. അപ്പൊ 2 ആർക്കുകൾ ഇവിടെ ഇങ്ങനെ വന്നു. ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇത് 6.5 ആയതുകൊണ്ട് ഈ ദൂരം എത്ര കിട്ടും? 3.4 കിട്ടും. 3.4 6.4ന്റെ പകുതി. ഇനി ചെയ്യാൻ എളുപ്പമായി, കാരണം ഇത് 5.4 നമ്മളുടെ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് കോമ്പസിൽ ഇങ്ങനെ 5.4 ഇങ്ങനെ എടുത്തിട്ട് 5.4 ഇതാ ഇവിടെ കുത്തുക. ഈ പെൻസിൽ കൊണ്ട് ഇവിടെയുള്ള ദൂരം എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരക്കുക. അങ്ങനെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ ദൂരം ഇങ്ങനെ ഈ ദൂരം ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് വരക്കുക. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ അളവിലുള്ള ചതുരം ആയി. ഓക്കെ, ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ, വശങ്ങളുടെ നീളം 2.75 സെന്റിമീറ്റർ ഉള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, എല്ലാ വശങ്ങളും തുല്യമായ സമഭുജ ത്രികോണം വരക്കണം. ഇക്വിലാറ്ററൽ സൈഡ് എത്രയാണ്? 2.75. ചോദ്യം അവിടെയുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 2.75ന്റെ ഇരട്ടി എഴുതുക. 2.75ന്റെ ഇരട്ടി നിങ്ങൾക്കറിയാം 5.5. 5.50 അല്ലെങ്കിൽ 5.5. അപ്പൊ നമ്മൾ വരക്കേണ്ട എത്ര? ഇത് വരക്കാൻ പറഞ്ഞാൽ നേരെ ഡബിൾ ആണ് ആദ്യം നമ്മൾ വരക്കേണ്ടത്. അപ്പൊ 5.5 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. സ്കെയിലില് 5.5, സിമ്പിൾ ആണ് ഇത്. 5.5 സെന്റിമീറ്റർ സ്കെയിലിൽ എടുത്തു. സ്കെയിലിൽ 5.5 സെന്റിമീറ്റർ എടുത്ത് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. നമുക്ക് 5.5ന്റെ നേരെ പകുതി നമുക്ക് കിട്ടണം. 5.5ന്റെ പകുതി കിട്ടാൻ എന്താ വഴി? ഇവിടെയും കുത്തിയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ആർക്കുകൾ വരക്കുക. ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇവിടെ വരക്കുക. ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? പകുതിയിൽ അധികം എടുത്തിട്ട് ഒരാർക്ക് ഇവിടെ വരക്കുക. കോമ്പസ് കുറച്ചും കൂടെ അകത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരാർക്ക് വരക്കുക. ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് അവിടെ കുത്തിയിട്ട് ഇവിടെയും വരക്കുക. ആ 2 ആർക്ക് വരച്ചു. വരച്ചതിന് ശേഷം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഈ 2 വരകൾ തമ്മില്, ഈ പോയിന്റുകൾ തമ്മില് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി വരക്കുന്നു. അങ്ങനെ കൂട്ടിയിട്ട് വരക്കുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? അപ്പുറം ഇപ്പുറം തുല്യമായി ഈക്വൽ ആയിട്ടുള്ള ഭാഗം കിട്ടുന്നു. അപ്പൊ ഇതിന്റെ 5.5 ഇവിടത്തേക്ക്. അപ്പൊ ഈ ദൂരം എത്ര കിട്ടുന്നു? 2.75. ഈ ദൂരം എത്ര കിട്ടുന്നു? 2.75. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ഇവിടെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കുന്നു. അത് വരക്കാൻ വളരെ എളുപ്പമാണ്, കുട്ടികൾ ശ്രദ്ധിക്കുക.
അപ്പൊ ഒരു സൈഡിന്റെ നീളം നമുക്ക് 2.75 കിട്ടിയല്ലോ. നോക്കൂ, ഇവിടെ കുത്തുക, ഈ ദൂരം 2.75 അല്ലേ, ഇടത്തേക്ക് കോമ്പസ് എടുക്കുക, അപ്പൊ 2.75 കിട്ടി. ആ ദൂരം നമ്മള് നോക്കൂ കുട്ടികളെ, ട്രയാങ്കിളെ വരക്കേണ്ടല്ലോ, ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഈ ദൂരത്തില് ഇവിടെ ഒരു ആർക്ക് വരക്കുക, ഇവിടെ കുത്തുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയും ഒരു ആർക്ക് വരക്കുക. നോക്കിയാൽ 2 ആർക്കുകൾ ഇങ്ങനെ വരച്ചു, ഇവിടെ കുത്തിയിട്ടും വരച്ചു, ഇവിടെ കുത്തിയിട്ടും വരച്ചു. എന്നിട്ട് ഈ ദൂരങ്ങൾ തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുക, ഈ ദൂരവും ഈ ദൂരവും. അപ്പൊ ഈ ദൂരം 2.75 എടുത്തിട്ടാണ് നമ്മൾ ഇത് വരച്ചത്. അപ്പൊ ഇതും എത്രയായിരിക്കും, 2.75. ഇതും എത്രയായിരിക്കും, 2.75. അപ്പൊ എന്തായി, എല്ലാ സൈഡുകളും ആയിട്ടുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് ഫുൾ മാർക്കും ആയി. പോയിന്റ് ഒന്നുകൂടാ, 2.75 വരക്കാൻ പറഞ്ഞാൽ നേരെ ഡബിൾ എടുത്തു വരച്ചു. അതിന് കുത്തനെ വരച്ചിട്ട് പകുതി ദൂരം കണ്ടുപിടിച്ചു. ആ ദൂരം കിട്ടിയതിന് ശേഷം ഈ ദൂരം കോമ്പസിൽ എടുത്തിട്ട് ഈ ഭാഗത്ത് നിന്നും ഈ ഭാഗത്ത് നിന്ന് വരച്ച നമ്മുടെ ആൻസർ ആയി. ഓക്കെ, ഇനി ഫോർത്ത് പ്രോബ്ലം ആണ് ഏറ്റവും കൂടുതൽ കുറച്ച് തിങ്ക് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണിത്. അവിടെ ശരിക്കും ശ്രദ്ധിക്കുക. വശത്തിന്റെ നീളം 4.5, ഏരിയ 9 ആയിട്ടുള്ള പരപ്പളവ് 9, സൈഡ് വശം 4.5 ആയിട്ടുള്ള ഒരു ത്രികോണമാണ് വരക്കേണ്ടത്. കുട്ടികൾ ശ്രദ്ധിക്കണം, പരപ്പളവ് 9, സൈഡ് അല്ല തന്നതിന്, ഏരിയ ആണ് തന്നത്, ഒരു വശം തന്നിട്ടുണ്ട്. കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ ലാസ്റ്റിൽ വരച്ചത് എന്താ, ഒരു ചതുരം വരക്കാൻ അല്ലെ, സമഭുജ ത്രികോണവും ചതുരവും നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ചതുരം കിട്ടിയാൽ കുട്ടികളെ അതിന്റെ നേരെ പകുതി എടുത്താൽ ആരായി, ത്രികോണായി. അപ്പോ ഈ ചതുരം വരച്ചാൽ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കുക, ത്രികോണത്തിന്റെ പരപ്പളവാണ് 9 പറഞ്ഞ്, അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് എത്ര ഉണ്ടായാൽ മതി, ടോട്ടല് ഇത് 9 ആണെങ്കിൽ ഇത് 9. അപ്പൊ നോക്കിയാൽ ചതുരത്തിന്റെ ഏരിയ അപ്പൊ എത്രയുണ്ടാവും, 18 ഉണ്ടാവുമല്ലോ. ചതുരത്തിന്റെ പരപ്പളവ് 18 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചതുരം 18 ഉള്ള ഒരു ചിത്രം വരച്ചിട്ട് അതിന് നേരെ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ത്രികോണായി. അപ്പൊ ഈ സൈഡ് എത്ര, 4.5. അപ്പൊ ഇത് എങ്ങനെ വരക്കാൻ പറ്റുമെന്ന് ഞാൻ വരച്ചുകൊണ്ട് പറയാം. ഓക്കെ, കുട്ടികൾ ശ്രദ്ധിക്കുക, 4.5 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോ 9 സെന്റിമീറ്റർ ആണ് ത്രികോണത്തിന്റെ പരപ്പളവ് വേണ്ടത്. അപ്പൊ അതിനെ ഞാൻ ചതുരമാക്കിയിട്ട് ആദ്യം മാറ്റുകയാണ്. അപ്പൊ ചതുരത്തിന്റെ പരപ്പളവ് എത്ര വരും, ത്രികോണത്തിന്റെ പരപ്പളവ് 9 ആയത് കൊണ്ട് ചതുരത്തിന്റെ പരപ്പളവ് എത്ര വരും, ചതുര പരപ്പളവ് നമുക്ക് എത്ര എഴുതാം, 9 × 2 എത്ര, 18. അതായത് ഏരിയ ഓഫ് റെക്ടാങ്കിള് നമുക്ക് കിട്ടും എത്ര, 18 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി, 18. ഓക്കെ, സമ്മതിച്ചുവല്ലോ. ഒരു സൈഡ് എത്ര വന്നത്, 4.5. അപ്പൊ ചതുരത്തിന്റെ സൈഡ് എത്ര വിചാരിക്കുക, ചതുരത്തിന്റെ സൈഡ് ത്രികോണത്തിന്റെ താഴെ തന്നെയല്ലേ ചതുരത്തിന് സൈഡ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് അതിന് 4.5 എടുക്കാം. അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ എന്ന് പറയുന്നത് L × B, പരപ്പളവ് എന്ന് പറയുന്നതിന്റെ സൂത്രവാക്യം നമുക്കറിയാം, നീളം ഗുണിക്കണം വീതിയാണ്. അപ്പോ കുട്ടികൾ ശ്രദ്ധിക്കുക, പരപ്പളവ് ഇപ്പൊ നമ്മൾക്ക് എത്രയാണ് വന്നത്, 18. അപ്പൊ 18 സമം നീളം ഇൻറ്റു വീതി. നീളം നമുക്ക് എത്രയായിട്ട് എടുക്കാം, 4.5 ഇൻറ്റു വീതി. അപ്പൊ നീളം 4.5 ഇൻറ്റു വീതിയാണ് 18. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 4.5 ഇൻറ്റു വീതി സമം 18 എന്ന് എഴുതാലോ. ഇങ്ങനെ എഴുതാലോ, കുഴപ്പമില്ലല്ലോ. നീളം ഇൻറ്റു വീതി 4.5 ഇൻറ്റു വീതി സമം 18. 18 വരേണ്ട കാരണം ഏരിയ ആയതുകൊണ്ട്. അപ്പൊ വീതി നമുക്ക് എത്ര കിട്ടും, കഴിഞ്ഞു, പ്രോബ്ലം കഴിഞ്ഞു. വീതി സമം നമുക്ക് കിട്ടുന്നത് കണ്ടോ, 18/4.5. ഇപ്പൊ ഇങ്ങനെ ഡെസിമൽ ഡിവൈഡ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഒരു ഡെസിമൽ ഉണ്ടായതുകൊണ്ട് 10 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, 10 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മേലെ കിട്ടുക 180/45. 4.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 45 ആയി. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എത്ര കൊണ്ട് സിംപ്ലിഫൈ, 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. ഇതിന് 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 36 കിട്ടും, ഇതിന് 5 കൊണ്ട് ഹരിച്ചാൽ 9, അതായത്
36/9 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടും? 4 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി 4.5 സെന്റിമീറ്റർ ഇല്ലേനി 4 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചിട്ട് ഒരു ചതുരം വരച്ചിട്ട് അതിന്റെ നേരെ പകുതി എടുത്താല് നമുക്ക് 9 സെന്റിമീറ്റർ ഉള്ള ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടും. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? സിമ്പിൾ അല്ലേ? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു? ശ്രദ്ധിക്ക, 4.5 സെന്റിമീറ്ററിൽ നിങ്ങൾ ഒരു വര വരക്കുന്നു. ശ്രദ്ധിക്കണേ, അത് വരക്കാൻ പറ്റും. സ്കെയിലിൽ 4.5 കിട്ടും. അപ്പൊ എന്ത് വേണം? ഇതിന് നമുക്കൊരു കുത്തനെ ഒരു വര വരക്കണം. കുത്തനെ വര വരക്കണമെങ്കിൽ ഇപ്പുറം ഇല്ലല്ലോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇങ്ങനെ ഇടാം. എന്തുകൊണ്ടാണ്? ഈ വരയുടെ അറ്റത്ത് കുത്തനെ വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇത് ഇവിടം വരെയാണ് നമ്മുടെ ലൈൻ ഇല്ലതേ. ഓക്കെ, ഇവിടം വരെയാണ് ലൈൻ ഇല്ലത്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ കുത്തിയിട്ട് കുറച്ച് ദൂരത്തിൽ, അതിന് അളവൊന്നുമില്ല, കുറച്ച് ദൂരത്തിൽ ഇവിടെ മാർക്ക് ചെയ്യുക. അതേ ദൂരം ഇവിടെയും മാർക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ ചതുരം വരച്ച അതേമാതിരി. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ കോമ്പസ് അകത്തിയിട്ട് ഇവിടുന്ന് ഒരാർക്ക് ഇവിടെ ഇടുക, ഒരാർക്ക് ഇവിടെ ഇടുക. കോമ്പസ് കുറച്ച് അകത്തിയിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഒരാർക്ക് വരക്കുക, ഇവിടെയും കോമ്പസ് കുത്തിയിട്ട് ഒരാർക്ക് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പോയിന്റും ഇതും കൂടെ സ്കെയില് വെച്ചിട്ട് നമ്മൾ നീട്ടി വരക്കുന്നു, ഇങ്ങനെ വരക്കുന്നു. അപ്പോ എന്ത് ചെയ്താൽ മതി? അതിൽ എത്ര സെന്റിമീറ്റർ വേണം? ഉയരം 4 സെന്റിമീറ്റർ വേണം. സ്കെയിൽ എടുക്കുക, ഇതില് 4 സെന്റിമീറ്റർ നിങ്ങൾ മാർക്ക് ചെയ്യുക. സ്കെയിലിൽ 4 എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് 4 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതെത്ര? 4. ഇവിടുന്ന് ഇവിടത്തേക്ക് 4. ഓക്കെ, ഇനി പ്രശ്നമില്ല. ഇനി എന്താണ് വരക്കാൻ എളുപ്പമാണ്. ഇനി ഇവിടുന്ന് ഇവിടത്തേക്ക് 4.5 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? കോമ്പസില്, കുട്ടികൾ ശ്രദ്ധിക്കുക, കോമ്പസില് ഈ ദൂരം എടുക്കുക, 4.5 ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരാർക്ക് ഇടുക, ഒരാർക്ക് ഇവിടെ ഇട്ടു. എന്നിട്ട് പിന്നെ രണ്ടാമത് കോമ്പസ് ഇവിടെ കുത്തുക, ഇവിടെ കുത്തിയിട്ട് ഇവിടെ എടുക്കുക. ഓക്കെ, ഇവിടെ കുത്തിയിട്ട് ഈ ദൂരം എടുക്കുക. ഈ ദൂരം എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇവിടെ ഇടുക, ഒരാർക്ക് നമ്മൾ ഇവിടെ ഇടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാം നമ്മൾക്ക് ചെയ്തു. സ്കെയിലും കോമ്പസും ഉപയോഗിച്ചിട്ട്, സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇത് ജോയിൻ ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇത് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായി? 4.5 4 വരുന്ന ഒരു ചതുരം കിട്ടി. അപ്പൊ ഇതിന്റെ പരപ്പളവ് 18 ആയിരിക്കും. നമുക്ക് 9 ഉള്ളതാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? സ്കെയിൽ ഉപയോഗിക്കുക. സ്കെയിൽ ഉപയോഗിച്ചിട്ട് രണ്ടും കൂടെ ഇത് നേരെ പകുതിയാക്കുക. ഇതിനെ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിളായി. ഈ മാർക്ക് ചെയ്താണ് നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ. അതിന്റെ ഏരിയ, അതിന്റെ പരപ്പളവ് 9 സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും. ഇന്ന് വശം 4.5 ആയി. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് 4 കണ്ടുപിടിച്ചതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ശരിക്കും ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താൽ സൈഡ് 4.5, പരപ്പളവ് 9. ത്രികോണത്തിന്റെ പരപ്പളവാണ് 9 വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇരട്ടിയുള്ള ചതുരമാക്കിയിട്ട് എടുത്തു. ചതുരത്തിന്റെ പരപ്പളവ് അപ്പൊ 18 കിട്ടി. ഒരു വശം 4.5 എടുത്തപ്പോ ചതുരത്തിന്റെ വീതി നമുക്ക് 4 എന്ന് കിട്ടി. ശ്രദ്ധിക്കണം, 4 എന്ന് കിട്ടി. അപ്പൊ 4.5 4 വരുന്ന ഒരു ചതുരം വരക്കണം. 4.5 ആദ്യം വരച്ചു. ഇനി കുത്തനെ വരക്കണം. കുത്തനെ വരക്കുമ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുവിടാം. അപ്പൊ എന്ത് ചെയ്യാ? ഇത് കുറച്ച് നീട്ടി കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെ, കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെ, പിന്നെ കോമ്പസ് കുറച്ചും കൂടെ അകത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെ, ഇവിടെ കുത്തിയിട്ട് ഒരു ആർക്ക് ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ പോയിന്റും ഇതും കൂടി മനസ്സിലാക്കണേ. ഈ പോയിന്റും ഇവിടെ ആർക്ക് വരച്ചപ്പോ ആർക്ക് വരച്ച പോയിന്റും ഈ പോയിന്റും കൂടെ നീട്ടി വരക്കുക. കഴിഞ്ഞു. അപ്പൊ നീട്ടി വരച്ചിട്ട് പിന്നെന്ത് ചെയ്യാ? നമുക്ക് 4 സെന്റിമീറ്റർ എടുക്കുക. 4 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ നമ്മൾ വരക്കുക. അപ്പൊ ഈ നീളം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇവിടത്തേക്ക് 4.5 ആണ് അല്ലെ? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 4 ആണ്. അപ്പൊ ഈ 4 എടുത്തിട്ട് ഇവിടുന്ന് ഇവിടെ വരക്കുക. 4 എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാം? ഈ 4.5 നീളം കോമ്പസിൽ എടുത്തിട്ട് ഇവിടെയും കുത്തിയിട്ട് 4.5 ഇവിടെയും വരക്കുക. എന്നിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ചാൽ എന്തായി? ചതുരമായി. ഓക്കെ, ഈ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യുക. നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.